വാളയാർ കേസിൽ പ്രതി ചേർത്ത CBI നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ച് മാതാപിതാക്കൾ. CBIയുടെ കുറ്റപത്രം റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. സുതാര്യമായ അന്വേഷണമല്ല CBI നടത്തിയതെന്നും ഇവർ ആരോപിക്കുന്നു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നു. രേഷ്മ, ഈ വാളയാർ കേസിലാണ് മാതാപിതാക്കളെ പ്രതി ചേർത്തുകൊണ്ടുള്ള കുറ്റപത്രം CBI നൽകിയത്. എന്നാൽ ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയാണ് മാതാപിതാക്കൾ. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, വാളയാർ പെൺകുട്ടികളുടെ മരണത്തിൽ മാതാപിതാക്കളുടെ പങ്കാളിത്തം കണ്ടെത്തിക്കൊണ്ടായിരുന്നു CBI ഇരുവർക്കുമെതിരെ പ്രതി ചേർത്തുകൊണ്ടുള്ള കുറ്റപത്രം സമർപ്പിക്കാൻ അടക്കമുള്ള നടപടികളിലേക്ക് കടന്നത്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കുറ്റപത്രം റദ്ദാക്കണമെന്നുള്ളതും അതോടൊപ്പം തന്നെ ഈ കേസിൽ തുടരന്വേഷണം നടത്തണമെന്നുള്ളതാണ് മാതാപിതാക്കളുടെ ഹർജിയിലെ പ്രധാനപ്പെട്ട രണ്ട് ആവശ്യങ്ങൾ. ഈ CBI തങ്ങളെ, അതായത് മാതാപിതാക്കളെ പ്രതി ചേർത്ത നടപടി ആസൂത്രിതമായിട്ടാണ് എന്നുള്ളതാണ് ഇവർ നൽകിയിട്ടുള്ള ഹർജിയിലെ ആക്ഷേപം. ഒപ്പം തന്നെ പെൺകുട്ടികളുടെ മരണത്തിൽ CBI നടത്തിയിട്ടുള്ള അന്വേഷണം അത് സുതാര്യമല്ല, അധികാര ദുർവിനിയോഗം നടത്തിക്കൊണ്ടാണ് CBI കേസ് അന്വേഷിച്ചതും തങ്ങളെ ഇരുവരെയും പ്രതി ചേർത്തതും എന്നുള്ളതാണ് മാതാപിതാക്കൾ നൽകിയിട്ടുള്ള ഹർജിയിൽ മറ്റൊരു ആക്ഷേപമായിട്ട് ഉന്നയിച്ചിട്ടുള്ളത്. നിലവിൽ ഹർജി ഹൈക്കോടതി ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ CBIയോട് മറുപടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏപ്രിൽ 2-നകം CBI ഈ ഒരു വിഷയത്തിൽ, ഈ ഹർജിയിന്മേൽ മറുപടി നൽകണം. അതിനുശേഷം ഹൈക്കോടതി ഈ ഹർജി വീണ്ടും പരിഗണിക്കുന്നതായിരിക്കും. നേരത്തെ CBI തിരുവനന്തപുരം യൂണിറ്റ് ആയിരുന്നു ഈ കേസ് അന്വേഷിച്ചത്. അതിനുശേഷം 6 കേസുകളിൽ ഈ മാതാപിതാക്കളെ പ്രതി ചേർക്കുകയും കുറ്റപത്രം എറണാകുളം പ്രത്യേക CBI കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും തങ്ങളെ പ്രതി ചേർത്ത നടപടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടും ആ കുറ്റപത്രം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് വാളയാറിൽ മരിച്ച 2 പെൺകുട്ടികളുടെയും മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഹൈക്കോടതി നിലവിൽ പ്രസ്തുത ഹർജിയിൽ CBIയുടെ മറുപടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വിനോദ്, വാളയാർ പീഡന കേസിലാണ് മാതാപിതാക്കളെ പ്രതി ചേർത്ത CBI നടപടിക്കെതിരെ അവർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഇക്കാര്യത്തിൽ CBIയോട് മറുപടിയും ഹൈക്കോടതി ആവശ്യപ്പെടുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു.